ഹായ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബിജുമോൾസ് കിച്ചൻ്റെ തിരുവോണ ആശംസകൾ. നമുക്കിന്ന് ഓണ സ്പെഷ്യലായിട്ട് ഒരു പഴുത്ത പൈനാപ്പിളിൻ്റെ ഒരു അച്ചാറുണ്ടാക്കാം. ഇപ്പോൾ ഓണമല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണമല്ലോ. അപ്പം പഴുത്ത പൈനാപ്പിൾ കൊണ്ട് അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കിച്ചണിലേക്കൊന്ന് പോയാലോ? നിങ്ങളോട് എൻ്റെ കൂടെ വാ. അപ്പം നമുക്ക് പൈനാപ്പിൾ അച്ചാറിന് എന്തൊക്കെ വേണമെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഇത് ഒരു മുറി പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത്, ഇതൊരു 4 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5-10 കഷ്ണം വെളുത്തുള്ളി അല്ലി, 1 സ്പൂൺ ശർക്കര ചീവിയത്, നല്ലെണ്ണ, മഞ്ഞൾ, കായം, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ഉലുവ. ഇത്രയാണ് നമുക്ക് പൈനാപ്പിൾ അച്ചാർ ഇടാൻ വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് നോക്കിയാലോ? ഗ്യാസ് കത്തിച്ച് തീ കുറച്ച് വെച്ച് നമുക്ക് ആദ്യമേ നല്ലെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏത് അച്ചാറായാലും നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. വെളിച്ചെണ്ണ ഇതിന് കൊള്ളത്തില്ല. നമുക്ക് ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. നല്ലെണ്ണ ഒഴിച്ചു. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 സ്പൂൺ കടുക് ഇടാം. അപ്പോൾ നമ്മളിത് കടുക് പൊട്ടി, പച്ചമുളക്, കറിവേപ്പില, അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്കാണെങ്കിൽ ഇച്ചിരി ചതച്ചിടാം. അപ്പം നമുക്കിതൊന്ന് പിടിച്ചിടാം. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതേ ഉള്ളൂ. ചതച്ച് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒന്ന് ചതച്ചത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട്. ഞാനൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്തു. നമുക്കിനി ഈ പൊടിവകളൊന്നും ഇടണമെങ്കിൽ ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം നമുക്കിനി അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിനി മുളക് പൊടിയൊക്കെ ഇടാം. അപ്പോൾ നമുക്ക് ഒരു എരിയില്ലാത്തതാണ് 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടി. നമുക്ക് എത്ര എന്ന് വെച്ചാൽ അത്ര ഇടും. കൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. നല്ലപോലെ ഒന്ന് കൈ എടുക്കാതൊന്ന് ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത്. നമ്മുടെ പൊടിവകളെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഈ എടുത്ത് വെച്ച വെച്ച ശർക്കരയും കൂടെ ഒന്ന് 1 സ്പൂണേ ഉള്ളൂ, അതുകൂടെ ഇട്ട് ഇതിനകത്തൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എത്ര വേണം, നമുക്ക് ഗ്രേവി എത്ര വേണം അതനുസരിച്ച് നമുക്ക് വിനാഗിരി ഒഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിനി വേണമെങ്കിൽ നമുക്കിത് പൈനാപ്പിൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഈ ചാറെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്, നല്ലപോലെ ഒന്ന് ഗ്രേവി ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിനാഗിരി ഇപ്പോൾ ഇത്ര ഒഴിച്ച്. നമുക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് പൈനാപ്പിൾ ഇട്ട് കഴിഞ്ഞ് ഒഴിക്കാം. അപ്പോൾ നമുക്കിനി തീ ഒന്ന് കത്തിക്കാം. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. കത്തിച്ചിട്ട് കുറച്ച് വെക്കണം. ഇപ്പോൾ ഒരു ശകലം ഉപ്പുപൊടി ഇടാം. എന്നിട്ട് പിന്നെ നമുക്ക് ശകലം ഇട്ടാൽ മതി. പിന്നെ പൈനാപ്പിൾ ഇട്ടിട്ട് ഇനി പോരായെങ്കിൽ നമുക്ക് അന്നേരം ഇടാം. അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ഇടാൻ സമയമായി. നമ്മൾ അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ഇട്ട് നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പൈനാപ്പിൾ നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഒരു ശകലം കൂടെ ഒന്ന് വേഗണം. പൈനാപ്പിളിന് ഇച്ചിരി വേഗമുണ്ടല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നോക്കാം, വേവിച്ച് നോക്കാം. തീ ഓഫ് ചെയ്യാം. നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒരു ബൗളിലോട്ട് ഇത് ആറുമ്പോൾ ഒന്ന് മാറ്റാം. നമ്മുടെ അച്ചാർ ആറിയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ടാവും. ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റുമാണ്. ഭയങ്കര മണം കൊണ്ട് ഇവിടെ ഒന്ന് നിൽക്കാൻ വയ്യ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഓണത്തിന്
കടുമാങ്ങായ്ക്ക് പോയാലും ഇപ്രാവശ്യം എല്ലാവരും പൈനാപ്പിൾ അച്ചാറൊന്ന് പരീക്ഷണം നോക്കി. ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ ഓണത്തിന് മാത്രമല്ല, നമുക്ക് ബിരിയാണിയുടെ കൂടെയൊക്കെ ഈന്തപ്പഴ അച്ചാർ പോലെ കൂട്ടാനും നല്ല ടേസ്റ്റ്. അതൊരു മധുരം പുളി നല്ല രസമാണ്. ഒരു രക്ഷയില്ല. നിങ്ങളാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.